എല്ലാവർക്കും നമസ്കാരം. വാക്ക് വിത്ത് ഡോക്ടേഴ്സിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. എംബ്രിയോ ട്രാൻസ്ഫർ അറിയാമല്ലോ, നമ്മൾ IVF ചെയ്യുന്നു, LX ചെയ്യുന്നു, എംബ്രിയോ ഫോം ചെയ്യുന്നു. എംബ്രിയോ ഫോം ചെയ്ത ശേഷം നമ്മൾ അതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് ആദ്യം തൊട്ട് പറയാം. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങോട്ടാണ്? എൻഡോമെട്രിയം, യൂട്ടസിൻ്റെ അകത്തുള്ള ക്യാവിറ്റിക്കകത്ത് അല്ലേ. അതൊരു ക്ലോസ്ഡ് സ്പേസാണ്, അടഞ്ഞിരിക്കുന്നൊരു സ്ഥലമാണ്. അല്ലാതെ അതൊരു ഒരു പാത്രം പോലെ തുറന്നിരിക്കുന്ന എംബ്രിയോനെ സ്വീകരിക്കുന്ന ഒരു സ്ഥലമല്ല. വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഈ എംബ്രിയോ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയേണ്ടത്, അത് വളരെ ഒരു നല്ല രണ്ട് സ്പോഞ്ചിൻ്റെ ഇടയിലാണ് ആ എംബ്രിയോ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉള്ള മൂവ്മെൻറ്റോ നടന്നെന്ന് പറഞ്ഞോ ഒന്നും ഇതിനൊന്നും സംഭവിക്കത്തില്ല. അതൊരു സേഫായിട്ടൊരു സ്ഥലത്ത് തന്നെയാണ് കിട്ടുന്നത്. അത് നെഗറ്റീവ് ആവുന്നതിൻ്റെ കാരണങ്ങളും വേറെ പലതുമാണ്, അല്ലാതെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടോ ഒന്നുമല്ല. അപ്പോൾ അത് തന്നെയാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഒന്ന് അനങ്ങി എന്ന് പറഞ്ഞു, ഒന്ന് കട്ടിലിൽ നിന്ന് സ്പീഡിൽ എഴുന്നേറ്റെന്ന് പറഞ്ഞു, ഒന്ന് സ്റ്റെപ്പ് കയറി എന്ന് പറഞ്ഞു, ഒന്ന് ബൈക്കിൽ കയറി എന്ന് പറഞ്ഞു, ഒന്നും ഒരിക്കലും അതിനൊന്നും സംഭവിക്കത്തില്ല. അപ്പോൾ ആദ്യം തൊട്ട് പറയാം, നമ്മളിതിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു അരമണിക്കൂർ, ചിലപ്പോൾ 1 മണിക്കൂർ, ചിലവർ 2 മണിക്കൂറൊക്കെ ഒന്ന് കിടക്കാൻ പറയാറുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് എഴുന്നേക്കാം. അന്ന് അഡ്മിഷൻ ചിലവർ അഡ്മിറ്റ് ചെയ്യാറുണ്ട്, ചിലവർ അഡ്മിറ്റ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ ഡോക്ടർ പറയുന്ന പോലെ അതിൻ്റെ അകത്ത് ചെയ്യാം. അഡ്മിറ്റ് ചെയ്യണം എന്ന് എവിടെയും പറയുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞു. അതിനുശേഷം വീട്ടിൽ പോയിട്ട് ആദ്യത്തെ ഒരു 4-5 ദിവസം എന്തായാലും ഒരു റെസ്ട്രിക്റ്റഡ് ആക്ടിവിറ്റി, വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, വലിയ ഭാരം എടുക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട, ജിമ്മിൽ പോകണ്ട. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ. പക്ഷേ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓഫീസിൽ പോകാനുണ്ടെങ്കിൽ ഓഫീസിൽ പോകാം. എത്രയോ പേര് വന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ട് തിരിച്ചു പോയി അവരവരുടെ ഡ്യൂട്ടി ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. ഡോക്ടേഴ്സും സ്റ്റാഫ് നഴ്സും ലീവ് കുറച്ച് കിട്ടുന്നവർ. അപ്പം ജോബ് വീണ്ടും ചെയ്യുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പം അത് കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് കയറാമെന്ന് കുറേ പേര് ചോദിക്കുന്നതാണ്. സ്റ്റെപ്പ് കയറാം, ചാടി ഓടിപ്പിടിച്ച് കയറാം, സാധാരണ രീതിയിൽ സ്റ്റെപ്പ് കയറാം. പിന്നെ ജിമ്മിൽ പോവാം. ജിമ്മ് പോകുന്നതിൽ കുഴപ്പമില്ല, വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് നടക്കാം, ട്രെഡ്മില്ലൊന്ന് നടക്കാം. അല്ലാതെ ഒരു ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വെയ്റ്റ് ലിഫ്റ്റിംഗ്, അതൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ എന്ത് വ്യത്യാസമാണ് വേണ്ടത്? നല്ല ഭക്ഷണം കഴിക്കുക, പച്ചക്കറികൾ ധാരാളം കഴിക്കുക, പഴവർഗ്ഗങ്ങൾ കഴിക്കുക, വയറ് നിറച്ച് കഴിക്കാതിരിക്കുക, കുറച്ച് കഴിക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കുക, എരിയും പുളിയുള്ള ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കുക, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കഴിവതും കുറയ്ക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഏതെങ്കിലും പഴവർഗ്ഗങ്ങളോ ഏതെങ്കിലും പച്ചക്കറികളോ കഴിക്കരുതെന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും കഴിക്കാം. നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെയാണ്. നല്ലപോലെ വെള്ളം കുടിക്കുക, ഒരു 2-3 ലിറ്റർ വെള്ളം കുടിക്കുന്ന രീതിയിൽ. നല്ലപോലെ വെച്ച് കഴിഞ്ഞാൽ ഓവറായിട്ടല്ല, നല്ല ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. അപ്പോൾ അത് കഴിഞ്ഞു, ഭക്ഷണം കഴിഞ്ഞു, വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ മരുന്ന് ഡോക്ടർ തന്ന മരുന്നുകൾ മിക്കവർക്കും ഈ HRT സൈക്കിളൊക്കെ ആയിരിക്കും. അതിൻ്റെ കുറച്ച് ആ മരുന്നിലാണ് എൻഡോമെട്രിയം നിൽക്കുന്നത്. അപ്പോൾ ഡോക്ടർ തന്ന മരുന്ന് വളരെ കൃത്യമായിട്ട് കഴിക്കാം, കൃത്യമായ സമയത്ത് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പിന്നെ വേറെ എന്തെങ്കിലും ആൻറ്റിബയോട്ടിക്കോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആവശ്യത്തിന് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറെ ഒന്ന് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം അത് കഴിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളാണ് മരുന്നിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ എന്തെങ്കിലും അവോയ്ഡ് ചെയ്യേണ്ടതുണ്ടോ? കഴിവതും ഇപ്പം പുറത്തുള്ളവരാണെങ്കിൽ ഹോട്ട് സോണ ബാത്ത്സ് ഒക്കെ ഇല്ലേ, നമ്മളിലെ ഈ സ്റ്റീം ബാത്തൊക്കെ, അതൊക്കെ കഴിവതും ഒഴിവാക്കുക. ടെമ്പറേച്ചർ കൂടുന്ന ബാത്ത് കഴിവതും ഒഴിവാക്കുന്നതിന്. ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ കുളിക്കേണ്ട, ഒരു വാം വാട്ടറിൽ കുളിച്ചിരുന്നാൽ മതി. അപ്പം അതൊന്ന്. പിന്നെ മദ്യപിക്കുന്ന ആളാണെങ്കിൽ മദ്യം, പുകവലിക്കുന്ന ആളാണെങ്കിൽ പുകവലി, ഇതൊക്കെ കഴിവതും ഒഴിവാക്കുക. ചായയും കാപ്പിയൊക്കെ കഴിവതും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. കുറയ്ക്കാനാണ് പറയുന്നതെങ്കിൽ ഞാൻ പറയുന്നത് എന്തിനാ, അതും ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതൊക്കെയാണ് ഒഴിവാക്കാൻ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ മരുന്നിൻ്റെ കാര്യം പറഞ്ഞു, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ജോലിക്ക് പോകാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാം നമ്മളൊന്ന് ടച്ച് ചെയ്തു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. എല്ലാവർക്കും പോസിറ്റീവ് ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേഷ്യൻസിന് പോസിറ്റീവ് ആവട്ടെ, എല്ലാവരുടെയും പേഷ്യൻസിന് പോസിറ്റീവ് ആവട്ടെ. നെഗറ്റീവ് ആവുകയാണെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങളുടെ അവസരവും വരും എന്ന് പറയുന്ന പോലെ അല്ലേ. ഒരു ട്രാൻസ്ഫറിൻ്റെ സക്സസ് റേറ്റ് എത്രയെന്ന് അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ നമ്മുടെ സക്സസ് റേറ്റ് എന്ന് അറിഞ്ഞിരിക്കുക. അമിതമായിട്ട് പ്രതീക്ഷിച്ചിട്ട് ശരിയാവും, ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. സമാധാനമായിട്ട് ഇരിക്കുക. ശരിയാവുന്നെങ്കിൽ ശരിയാവട്ടെ, നല്ല കാര്യം. ആ ഒരു ബോൾഡ്നെസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.